പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. നാം മരിച്ചവരായിരുന്നു. പൗലോസ് പറയെ നമ്മൾ മരിച്ചവരായിരുന്നു, എന്നാൽ നമുക്ക് ജീവൻ ദൈവം തന്നു. രണ്ടൊരു ചത്തും വേരറ്റും പോയവര്, 2 പ്രാവശ്യം മരിച്ച ആളുകൾ യൂദായുടെ ലേഖനത്തിൽ 2 പ്രാവശ്യം മരിച്ചു. ആദ്യം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഒരു വിധത്തിൽ സുവിശേഷം കേട്ടു, ജീവന്റെ ആത്മാവകത്ത് വന്ന് അവർ ജീവൻ പ്രാപിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിൽക്കാലത്ത് വീണ്ടും അവർ മരണത്തിലേക്ക് പോയി. സ്തോത്രം. 2 ചത്തുപോയവർ. അങ്ങനെയുള്ള ആ ഒത്തിരി ആളുകളെ കഴിഞ്ഞ 23 വർഷം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ അകത്തുള്ള ഒത്തിരി സ്റ്റേറ്റുകളിലും ഇവിടെ ഒത്തിരി സഭകളിൽ നിരന്തരമായി പോയി പ്രസംഗിച്ചതിന്റെ ഫലമായി എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതാണ്, നമ്മുടെ ഇടയിൽ മരിച്ചവർ ഒത്തിരി കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ വീട് ഒരു ഹോളാക്കി മാറ്റി. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ചാവാറായ ശേഷിപ്പുകളെ എല്ലാം നീ ശക്തീകരിക്കണം. ആരെങ്കിലും വീണ്ടും മരണത്തിലേക്ക് തിരിച്ചു നടക്കുന്നെങ്കിൽ അവരെ ഉണർത്തണം, അവരെ വീണ്ടും ശക്തിയുള്ളവരാക്കി തീർക്കണം. ചത്തിട്ടില്ലായിരിക്കാം, പക്ഷെ ചാവാറായ ശേഷിപ്പായി തുടരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജീവന്റെ സമൃദ്ധി നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കണം. നിങ്ങളുടെ ഉള്ളിലാണ് ജീവൻ ഉണ്ടാകേണ്ടത്. പുറത്തുള്ളതിനേക്കാൾ ജീവൻ അകത്താണ് ഉണ്ടാകേണ്ടത്. പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യനാണ് ശക്തിയോടെ ബലപ്പെടേണ്ടത്.